Hi students, good morning all. Today we are going to discuss about the topic of law of diminishing marginal utility. Okay, then consumers equilibrium. What do you mean by consumers equilibrium? Okay, the objective of every consumer is to get maximum utility or satisfaction from spending his or her limited income. Every consumer needs to get maximum satisfaction from the consumption of a commodity. Okay, he would like to spend his or her limited income on a commodity or several commodities in such a way as to get maximum satisfaction. Every consumer needs to get maximum satisfaction. Okay, when the consumer gets maximum satisfaction from the commodity, he is said to be in equilibrium. That is consumer's equilibrium. When he gets maximum satisfaction from the consumption of a commodity, then he is said to be in equilibrium. Consumer's equilibrium. That is consumer's equilibrium. Okay, that is consumer's equilibrium. ഒന്നുകൂടി പറയാം എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ വെൻ ദ കൺസ്യൂമർ ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്തെങ്കിലും ഒരു കൺസംഷന് വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 fundamental laws. Okay, the consumer's equilibrium can be determined with the help of 3 fundamental laws. First, law of diminishing marginal utility, law of equimarginal utility, then third one, concept of consumer surplus. Here we discuss only 2 laws, that is law of diminishing marginal utility and consumer's surplus. Law of equimarginal utility നമുക്ക് പഠിക്കാനില്ല. 2 law മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് law of diminishing marginal utility and concept of consumers surplus. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ആൻ അഡീഷണൽ യൂണിറ്റ് അല്ലേ. ഒരു അഡീഷണൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് മാർജിൻ യൂട്ടിലിറ്റി എന്താ ചെയ്യുന്നത്? അപ്പോൾ ഡിമിനിഷ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എസ് കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി, ദ ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കമ്മോഡിറ്റി ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ് ആൻഡ് മേ ബിക്കം നെഗറ്റീവ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 ഓറഞ്ച് ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് 5 ഓറഞ്ച് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പുള്ള സമയമാണല്ലേ, നല്ല വിശപ്പുള്ള സമയമാണെങ്കിൽ നിങ്ങൾ 5 ഓറഞ്ച് ഒന്നുമല്ല എനിക്കറിയാം, എന്നാലും ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഓറഞ്ച് കഴിച്ചു. ഓക്കെ, ആ ഒരു ഓറഞ്ച് നമ്മൾ കഴിച്ചു, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്കറിയാം അല്ലേ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ യൂണിറ്റ്സ് ആണല്ലേ, നമുക്ക് ആ ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ തന്നെ നമ്മൾ എന്ത് കഴിച്ചു? രണ്ടാമത്തെ ഒരു ഓറഞ്ച് കൂടി കഴിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ 3 ഓറഞ്ച് കഴിച്ചു, 4ാമത്തെ ഓറഞ്ച് കഴിച്ചു, 5ാമത്തെ ഓറഞ്ച് കഴിച്ചു. അങ്ങനെ ഓരോ പ്രോഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, ഓരോ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ദ ടോട്ടൽ more and more units of a commodity, each successive units give him a lesser and lesser satisfaction. ഓരോ സക്സസീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യം ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല നമുക്ക് രണ്ടാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഓരോന്ന് കഴിയും തോറും നമുക്ക് എന്ത് ചെയ്യും? സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. അതായത് ദ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റീസ് ആർ കൺസ്യൂംഡ്, ദ ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ദ കമ്മോഡിറ്റി increases at a diminishing rate and may become negative. ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ അത് ഏത് റേറ്റിൽ ഇൻക്രീസ് ചെയ്യും? ഡിമിനിഷിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? ആൻഡ് മേ ബിക്കം നെഗറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്.
The law states that from the first unit an individual gets the greater satisfaction. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും വരിക. ദെൻ പിന്നീട് അങ്ങോട്ട് പോകുന്തോറും നമുക്ക് എന്തായിരിക്കും സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുകയാണ്, ലെറ്റ് us assume that a man is very hungry. നല്ല വിശപ്പുള്ളൊരു മനുഷ്യൻ. in order to satisfy the hunger he goes on eating the mangoes one after another. ഓരോന്ന് മാങ്ങ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മാംഗോസ്. The first mango give him the greater amount of satisfaction or utility. The second mango give him slightly less satisfaction. The third mango the third mango gives him lesser and lesser satisfaction. ഇത്രയാണ് ഇതിൽ പറയണത്. ഒരു ആൾക്ക് നല്ല വിശപ്പുള്ള സമയത്ത് ആൾ എന്ത് കഴിച്ചു, ഒരു മാംഗോ കഴിച്ചു. പിന്നെ രണ്ടാമത്തെ മാംഗോ കഴിക്കുമ്പോൾ ആൾക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയും. അങ്ങനെ ഓരോ മാംഗോ ഇങ്ങനെ കഴിച്ച് കഴിയുന്തോറും ആളുടെ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഡിസ്ക്രൈബ്സ് എ വെരി ഫെമിലിയർ ആൻഡ് ഫണ്ടമെൻ്റൽ ടെൻഡൻസി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഡെഫിനിഷൻ നോക്കുക. The law of diminishing marginal utility states that, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, as a consumer consumes, is very important ആണ്, consumer consumes more and more units of a specific commodity. അവിടെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യണം. more and more units of a specific commodity, utility from the successive units goes on diminishing. specific commodity, ആ സെയിം കമ്മോഡിറ്റിനെ നമ്മൾ കൺസ്യൂം ചെയ്യണം. യൂട്ടിലിറ്റി ഫ്രം ദ സക്സസീവ് യൂണിറ്റ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോസ് ഓൺ ഡിമിനിഷിങ്. ദറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് as a consumer consumes more and more units of a specific commodity, utility from the successive units goes on diminishing. Okay. ദെൻ നെക്സ്റ്റ് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. നോക്കൂ, ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഇവിടെ. കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുന്നതാണ്. ഒരു യൂണിറ്റ്, ഒരു കമ്മോഡിറ്റി, ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ മാംഗോ എന്ന് വിചാരിക്കാം. മാംഗോ, ഒരു ഓറഞ്ച്, എന്ത് വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ മാംഗോ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഇപ്പോൾ ഒരു മാംഗോ നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി എത്രയാണ്? 10 ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു മാംഗോ നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എത്ര കിട്ടി? 18 ആണ്. നേരത്തെ 10 ഉണ്ട്, ഇപ്പോൾ എത്രയായി? 18 ആയി. അപ്പോൾ എത്രയാണ് അഡീഷണൽ വരുന്നത്? ഒരു യൂണിറ്റ് അഡീഷണൽ കഴിച്ചപ്പോൾ നമുക്ക് വന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 8 ആണ്. ദറ്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ മൂന്നാമതൊരു മാംഗോ നമ്മൾ കഴിച്ചു, തേർഡ് മാംഗോ. ദ ടോട്ടൽ യൂട്ടിലിറ്റി 24 യൂണിറ്റ്സ് ആയി. ദെൻ അപ്പോൾ അഡീഷണൽ എത്ര വന്നു? 6 യൂണിറ്റ്. ഓക്കെ, ദ ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ദ കൺസംഷൻ ഓഫ് മാംഗോ ഗോസ് ഓൺ ഇൻക്രീസിങ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, ഇൻക്രീസിങ് ആസ് ഹി കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ്. കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ബട്ട് ദ മാർജിനൽ യൂട്ടിലിറ്റി ഷോസ് എ ടെൻഡൻസി ടു ഡിമിനിഷ്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്താ ഉണ്ടാവുന്നത്? ഡിമിനിഷ് ചെയ്ത് പോവുക ചെയ്യുന്നത്. നോക്കിക്കോളൂ, ദ നെക്സ്റ്റ് മാംഗോ, മൂന്നാമത്തെ മാംഗോ കഴിച്ചു. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു അല്ലേ, പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് കഴിഞ്ഞു? ഡിക്രീസ് ചെയ്തു. ദെൻ നാലാമതൊരു മാംഗോ കഴിച്ചു, ടോട്ടൽ യൂട്ടിലിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്തു, 28 യൂണിറ്റ് ആയി. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി 4 ആണ് അല്ലേ, ഡിമിനിഷ് ചെയ്തു. ദാറ്റ് ഈസ്, അതാണ് പറയുന്നത് എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസിങ് ആസ് യു കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ്, ബട്ട് മാർജിനൽ യൂട്ടിലിറ്റി ഷോ എ ടെൻഡൻസി ടു ഡിമിനിഷ്. The marginal utility to the consumer diminishes because total utility increases only at a diminishing rate. ഡിമിനിഷിങ് റേറ്റ് വരുന്ന വരെ ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ അറ്റ് ദ സ്റ്റേജ് ദ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം, അതായത് when he consumes 6th orange or 6th mango, നമ്മൾ 6ാമത്തെ മാംഗോ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി മാറും? ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി മാറി? അവിടെ സ്റ്റോപ്പ് ആയില്ല, ഇൻക്രീസ് ചെയ്യണമെന്ന് നിന്നു. 5 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ യൂട്ടിലിറ്റി 30 കിട്ടി. ദെൻ മാർജിൻ യൂട്ടിലിറ്റി എന്തായി? 2 ആയി. ദെൻ 6ാമത്തെ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂണിറ്റ് എന്തായി? റിമെയിൻ കോൺസ്റ്റൻ്റ് ആയി. ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇനി? ഇല്ല, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയി. ദ മാർജിൻ യൂട്ടിലിറ്റി ബിക്കം 0. ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി എന്തായി മാറി? ഇറ്റ്സ് ബിക്കം 0 ആയി. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
അതായത് നമ്മൾ 7th യൂണിറ്റ് ഏഴാമത്തെ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, when the 7th unit is consumed, the total utility is diminishing. ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി മാറി, ഡിമിനിഷ് ചെയ്തു. ആൻഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ്. മാർജിനൽ യൂട്ടിലിറ്റി എന്താ ഉണ്ടായത്, നെഗറ്റീവായി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കൺസംഷൻ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷനും ഡിറൈവ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി എന്താണെന്ന് പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ 7 യൂണിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ഒരു 5 യൂണിറ്റ് വരെ നമുക്ക് ഓക്കെയാണ്, വലിയ രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മാർജിൻ യൂട്ടിലിറ്റി എന്താ ഉണ്ടാവുന്നത്, ഡിക്ലൈൻ, ടെൻഡൻസി ടു ഡിമിനിഷ് ആണ്. ബട്ട് ദ 6th യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ 6ാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എന്തുണ്ടായത്, ടോട്ടൽ യൂട്ടിലിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ മാർജിൻ യൂട്ടിലിറ്റി ബിക്കം negative. Then next unit, that is 7th unit consumes, the total utility എന്തുണ്ടായത്, the total utility is diminishing but marginal utility is become negative. ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇതിനെ. ഞാൻ നിങ്ങൾക്ക് പിന്നീട് അത് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കി വെക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ അതിൽ പോയിൻ്റ് ഔട്ട് ചെയ്തു. ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റിൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തു. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി താഴേക്കാണ് വരുന്നത് അല്ലേ, നെഗറ്റീവായി. അങ്ങനെയാണ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പോവാം. ഓക്കെ, ദെൻ നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കാം. ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഞാൻ ശരിക്കും ബോർഡിൽ വരച്ച് കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് വൺ പറയണത് ഡിഫറെൻറ്റ് അസംഷൻസ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്തൊക്കെയാണ് അസംഷൻസ്, ഡിഫറെൻറ്റ് അസംഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയണത്. നമുക്കറിയാം അല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞു സ്പെസിഫിക് കമ്മോഡിറ്റി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ അതിൻ്റെ ഡെഫിനിഷനിൽ. അപ്പോൾ ഫസ്റ്റ് അസംഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ യൂണിറ്റ്സ് ഓഫ് ദി കമ്മോഡിറ്റി ആർ ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനസ്. സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ലോ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആണ് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കാം രണ്ടാമത്തെ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ സെയിം പ്രോഡക്റ്റ് ആയിരിക്കണം. യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ആർ ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനസ്. ഓക്കെ, ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്, ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പേഷ്യൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു അസംഷൻ്റെ ബേസിസിലാണ്. തെറ്റാണല്ലേ. ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ് എന്നുള്ളൊരു അസംഷനാണ്. ദെൻ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എപ്പോഴും ചേഞ്ചിങ് ആണല്ലേ. അപ്പോൾ ഈ അസംഷൻ ഒരിക്കലും ശരിയായിക്കൊള്ളുന്നില്ല. ദർ ഈസ് നോ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ കൺസംഷൻ ഓഫ് 2 യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യണം. ഇപ്പോൾ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ കുറയില്ല, ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തേർഡ് അസംഷൻ പറയുന്നത് എന്താണ്, ദർ ഈസ് നോ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ കൺസംഷൻ ഓഫ് എ 2 യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി. 2 യൂണിറ്റ്സ് ഓഫ് കൺസ്യൂം ചെയ്യുമ്പോൾ അവിടെ ടൈം ഇൻ്റർവെൽസ് ഇല്ല. ദെൻ ദ യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി ആർ ഓഫ് നോർമൽ സൈസ്, ഒരേപോലത്തെ സൈസ്. ഇപ്പോൾ ആദ്യത്തെ ചെറുത് കഴിച്ചു, പിന്നത്തെ വലുത് കഴിക്കണു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആദ്യം ഒരു സ്പൂൺ വെള്ളം കുടിച്ചു, നമുക്ക് നല്ല ദാഹം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് തന്നത് ഒരു സ്പൂൺ വെള്ളമാണ്, നമുക്ക് രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളം തന്നു. അപ്പോൾ ഏതിൽ നിന്നാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുക, രണ്ടാമത്തേലാണ് സാറ്റിസ്ഫാക്ഷൻ കൂടുക അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് എന്താണ്, ദ യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി ആർ ഓഫ് നോർമൽ സൈസ്, എല്ലാം ഒരേ സൈസിലായിരിക്കണം. ദെൻ ദർ ഷുഡ് ബി നോ ചേഞ്ച് ഇൻ ദ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്. പിന്നത്തെ അസംഷൻ പറയുന്നത് എന്താണ്, പ്രൈസും ഇൻകത്തിലൊന്നും, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകത്തിലും ദെൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസിലൊന്നും ചേഞ്ച് ഇല്ല എന്നുള്ളൊരു അസംഷനാണ്, റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. Then the law assumes utility measurable in terms of money. നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻ ടേംസ് ഓഫ് മണി ടേംസിലാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് അസംഷൻ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് കൺസംഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്, ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അത് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളൊരു അസംഷനാണ് നെക്സ്റ്റ് വൺ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ദ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി ആർ ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനസ്, ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പേഷ്യൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്, ദർ ഈസ് നോ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ കൺസംഷൻ ഓഫ് 2 യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി, ദ യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി ആർ ഓഫ് നോർമൽ സൈസ്, then there should be no change in the income and the price of goods, then the law states utility measurable in terms of money, then taste and preference of consumers remains unchanged during the course of consumption.
ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഇറ്റ് മേ നോട്ട് അപ്ലൈ ടു റയർ കളക്ഷൻസ്. റയർ കളക്ഷൻസിൽ നമുക്ക് ഈ പറയുന്ന ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കൂടുതൽ കളക്ട് ചെയ്യുന്നതോറാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ റയർ കളക്ഷൻസ്, കോയിൻസ്, അതുപോലെ തന്നെ ഓൾഡ് പെയിൻറ്റിങ്സ്. അപ്പോൾ ആദ്യത്തേതിനേക്കാളും നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്താണെന്നത് രണ്ടാമത് വീണ്ടും കിട്ടുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് റയർ കളക്ഷൻ്റെ കേസസിൽ നമുക്ക് ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഇൻ ദ കൺസംഷൻ ഓഫ് എ ലിക്കർ. ഓക്കെ, ലിക്കറിൻ്റെ കൺസംഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലിക്കറിൻ്റെ കൺസംഷനിൽ നമുക്കറിയാമല്ലോ എന്താണ്, ഓരോരുത്തർക്ക് ഒരു പെഗ് കഴിക്കണേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിക്കറിൻ്റെ കൺസംഷനും നമുക്ക് ഇതിലൊരിക്കലും നമുക്ക് ഈ ലോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ പറയുന്നത് ദ ലോ ഡസ് നോട്ട് അപ്ലൈ ടു എ മൈസർ. മൈസർ മീൻസ് പിശുക്കൻ. അപ്പോൾ അവർക്കും ഈ ലോ അപ്ലിക്കബിൾ അല്ല. ദെൻ ദ ലോ കനോട്ട് അപ്ലൈ ടു മണി. കാശ് നമുക്ക് ആദ്യത്തെ തനിക്കിപ്പോൾ ഒരു 100 രൂപ തന്നു, രണ്ടാമത് വീണ്ടും ഞാനൊരു 100 രൂപ തന്നു, രണ്ടാമത് തന്ന 100 രൂപയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയുമോ? ഇല്ല അല്ലേ? അപ്പം നമുക്ക് ഓരോ ഇതിലും പൈസ കൂടുതൽ കിട്ടുന്നതോറും നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കൂടുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ലോ കനോട്ട് അപ്ലൈ ടു ഇൻ കേസ് ഓഫ് മണി. ഓക്കെ, മണിയുടെ കേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ദ ലോ ഫെയിൽസ് വെൻ ദർ ഈസ് എ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ടു കൺസ്യൂം എ കമ്മോഡിറ്റി. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാനായിട്ട് ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ലോ നമുക്ക് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. Then when a consumer consumes a commodity for first time, ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളത് കൺസ്യൂം ചെയ്യുന്നത്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ഇതും കൂടി കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞോളുന്നില്ല, കൂടും, എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് when a consumer consumes a commodity for ഫസ്റ്റ് ടൈമാണ് നമ്മളത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ലോ നമുക്ക് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കേസസ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. റയർ കളക്ഷൻസിന് അപ്ലിക്കബിൾ അല്ല. ആൻഡ് does not applicable in the case of consumption of liquor. Then it does not apply to miser. Then cannot apply in case of money. Then the law fails when there is a large number of consumers to consume a commodity. When a consumer consumes a commodity for first time ആണ് നമ്മൾ കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടാണ് ചെയ്യുക അല്ലേ, അഡീഷണൽ യൂണിറ്റ്സ് കാണുമ്പോൾ. ദെൻ ഇത്രയാണ് ഇതിൻ്റെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പറയുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് നമ്മൾ എവിടേക്ക് എത്തിയത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിലേക്ക് എത്തിയത്. അപ്പോൾ എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ when the consumers get maximum satisfaction from the consumption of a commodity, he is said to be in equilibrium. ആ ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 ഫണ്ടമെൻ്റൽ ലോസ് ആണ് എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ കൺസെപ്റ്റ് ഓഫ് consumers surplus. What do you mean by law of diminishing marginal utility? The law of diminishing marginal utility states that as a consumer consumes more and more units of a commodity, specific commodity, utility from the successive units goes on diminishing. നമ്മൾ അഡീഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യും തോറും നമുക്ക് എന്താ ഉണ്ടാവുന്നത്, ആ സക്സസീവ് യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി എന്താ ഉണ്ടാവുക, ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ അതിൻ്റെ അസംഷൻസ് പറഞ്ഞു, ലിമിറ്റേഷൻസ് പറഞ്ഞു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് നോക്കുക, ഡയഗ്രാം വരച്ച് നോക്കുക കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ.